ഹായ്, ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു വെബ് സീരീസിനെ കുറിച്ച് പറയാനാണ്. ഇപ്പം ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങും. കാരണം ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയത് 1000 ബേബീസ് എന്ന് പറഞ്ഞു. അപ്പം ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഏറ്റവും ബഡ്ജറ്റേറിയ വെബ് സീരീസ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയാം, നജീം കോയ. ഇല്ല, എൻ്റെ റൈറ്റർ അറോസ് ഇർഫാൻ. അറോസിൻ്റെ കസിനാണ്. നജീക്കയാണ് എൻ്റെ സിനിമയിലെ ഗുരു എന്ന് എനിക്ക് പറയാം. കാരണം ഞങ്ങളുടെ ആലപ്പുഴയിൽ ഒരു വളരെ ചെറിയ വലിയ ടൗണിലാണ് ഞാൻ ജനിച്ചും വളർന്നതല്ല. അപ്പം ഞാനും അറോസുമാണ്, എൻ്റെ കസിൻ ബ്രദറാണ് അറോസ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇടി എന്നുള്ള സിനിമ എഴുതിയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സിനിമ എന്നുള്ളൊരു പ്രാന്ത് തലയിൽ കയറിയപ്പോൾ, സിനിമ പ്രാന്ത് തലയിൽ കയറിയപ്പോൾ മുതൽ ഞങ്ങൾ കാണുന്ന ആദ്യത്തെ സിനിമാക്കാരനാണ് നജീം കോയ. അന്ന് നജീക്ക ട്രിവാൻഡ്രത്താണ് ഇവരുടെ ഡിസ്കഷൻസ് മൊത്തം. അപ്പം ഇത് ഞാനീ പറയുന്നത് 2000 കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാനാണ് പുള്ളിയെ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ഡ്രോപ്പ് ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരുപാട് സിനിമാ കഥകൾ പുള്ളി പറയും. ഇതുപോലെ സിബി സാറിനെ കണ്ടത്, ലാൽ സാറിനെ കണ്ടത്, അവരുടെ സിനിമകളിൽ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ കഥ പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു കഥ കംപ്ലീറ്റ്ലി അപൂർവ രാഗം എന്ന സിനിമയുടെ കഥയാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ അപൂർവ രാഗം എന്ന കഥ കേട്ടത് നജീക്ക നറേറ്റ് ചെയ്യുന്നത്, ബ്രില്യൻ്റായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കഥ ഇത്രത്തോളം നജീക്കയുടെ അത്രയും പെർഫെക്റ്റ്, നജീം കോയുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കഥ നറേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനത് കണ്ടിട്ടില്ല. അപ്പം അതിനുശേഷം അപൂർവ രാഗം എന്ന സിനിമ സംഭവിച്ചു. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം സെറ്റ് കാണുന്നത്, ആദ്യമായിട്ടൊരു ആർട്ടിസ്റ്റിനെ കാണുന്നത്, ആദ്യമായിട്ടൊരു മ്യൂസിക് ലോഞ്ചിന് പോകുന്നത്. ഇല്ല, സിനിമ എന്താണെന്ന് അറിയുന്നത് നജീക്കയിലാണ്. അപ്പം നജീക്ക അതിനുശേഷം അപൂർവ രാഗം സംഭവിച്ചു. ഫ്രൈഡേ എന്ന സിനിമ, സാന്ദ്ര തോമസും വിജയബാബുവും ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഫസ്റ്റ് സിനിമ ഫ്രൈഡേ, ഫഹദ് ഫാസിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ സംഭവിച്ചു. അതിനുശേഷം അദ്ദേഹം നിങ്ങൾക്കറിയാം മറ്റേ 2 കൺട്രീസ് എന്നുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ കഥ നജീക്കയുടേതാണ്. പിന്നെ ഷെർലക് ഹോംസ്, കളി എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് വർക്കായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് റഹ്മാൻ സാറും ഒരുപാട് ബ്രില്യൻ ആർട്ടിസ്റ്റുകളുള്ള വെബ് സീരീസ് ആയിട്ട് വരുന്ന 1000 ബേബീസ്. ഒരുപാട് ആർട്ടിസ്റ്റ് ബാക്കപ്പ് ഉള്ള, ഒരുപാട് മിസ്റ്റീരിയസ് തിങ്സ് ഉള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ അറോസാണ്. അറോസ് ഞങ്ങളുടെ ഇടി എന്ന സിനിമ എഴുതിയത്. അറോസും ഭയങ്കരമായിട്ടുള്ള ക്രിയേറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ആളാണ്. അപ്പം നജീക്കയുടെ, അറോസിൻ്റെ, അല്ലെങ്കിൽ റഹ്മാൻ സാറിൻ്റെ, ഇവരുടെയൊക്കെ 1000 ബേബീസ് ഒന്ന് തന്നെ ഹോട്ട്സ്റ്റാറിലെത്തും. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസായിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊരു വൻ പരിപാടിയാണെന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുമില്ല. ആ സിനിമ, ആ വെബ് സീരീസ് ഇറങ്ങി കഴിയുമ്പോൾ അത്, കാരണം എല്ലാ ഭാഷകളിലുമാണ്, ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആ സിനിമ സംസാരിക്കുന്നത്. എന്തായാലും നജീക്കക്കും അറോസിനും ആറ്റിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും സിനിമാ പ്രാന്തൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.